Welcome to the new session of our chapter Molecular Basis of Inheritance. നമ്മൾ സയൻസ് പഠിക്കുന്നവർക്ക് പ്രത്യേകതയുണ്ട്. അവരെന്താണ് ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് സയന്റിഫിക്കലി എന്തെങ്കിലും ബേസിസ് വേണം, അല്ലെങ്കിൽ സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്യണം. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യമേ പഠിച്ചത് DNA is the genetic material in majority of the organism. അപ്പൊ അത് എന്തെങ്കിലും സയന്റിഫിക് ബേസിസ് ഉണ്ടോ? അത് ആരെങ്കിലും പറയാൻ കേട്ടിട്ട് നമ്മൾ അങ്ങനെ പഠിക്കുവാണോ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്? അല്ല, അതിന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ശാസ്ത്രജ്ഞര് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത്. കാരണം DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ്. എന്തൊക്കെയാണ്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എങ്ങനെ അവർ കണ്ടെത്തി എന്ന്, അതിന്റെ കുറെ പരീക്ഷണങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ടും 3 പരീക്ഷണങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ആരൊക്കെയാണ് പരീക്ഷണങ്ങൾ നടത്തിയതെന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 1928 ഫെഡറിക് ഗ്രിഫ്റ്റ് ആണ് ആദ്യമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചത് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എന്ന ബാക്ടീരിയനെയാണ്. അദ്ദേഹം ആ ബാക്ടീരിയനെ ആദ്യമേ കൾച്ചർ ചെയ്തു. ആ കൾച്ചറിൽ അദ്ദേഹത്തിന് 2 തരം സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയനെ കിട്ടി. ഒന്നാമത്തത് എസ് സ്ട്രെയിനും രണ്ടാമത്തത് ആർ സ്ട്രെയിനും. എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ സർഫസിൽ ഒരു പോളിസാക്കറൈഡ് കോട്ടുണ്ട്, അത് സ്മൂത്ത് സർഫസ് ആണ്. അപ്പോൾ അതിന് എസ് സ്ട്രെയിൻ ബാക്ടീരിയ എന്ന് വിളിച്ചു. രണ്ടാമത്തെ വിത്തൗട്ട് പോളിസാക്കറൈഡ് കോട്ടാണ്. അപ്പോൾ അദ്ദേഹം അതിനെ സ്മൂത്ത് അല്ലാത്തതിനാൽ അതിനെ എന്ത് വിളിച്ചു? റഫ് ആയതുകൊണ്ട് അതിനെ ആർ സ്ട്രെയിൻ ബാക്ടീരിയ എന്ന് വിളിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത് മൈസിലാണ്, എലിയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. അദ്ദേഹം എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയാണ്, നിമോണിയ കോസ് ചെയ്യും ഈ ബാക്ടീരിയ. അപ്പം എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ആ മൈസ് ഡൈഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ പോളിസാക്കറൈഡ് കോട്ടാണ് എന്ത് ഡിസീസ് കോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. വിത്തൗട്ട് പോളിസാക്കറൈഡ് കോട്ടാണ് ആർ സ്ട്രെയിൻ. അപ്പോൾ ആർ സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? ആർ സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ആ മൈസ് ലൈവ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എസ് സ്ട്രെയിൻ ഡിസീസ് കോസിങ് ആണ്, ആർ സ്ട്രെയിൻ ഡിസീസ് കോസിങ് അല്ല. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആ ലൈവ് എസ് സ്ട്രെയിനെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. എന്നിട്ട് ആ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇഞ്ചെക്ട് ചെയ്തു മൈസിലേക്ക്, വേറൊരു മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ആ മൈസ് ലൈവ് ചെയ്തു. ഒന്നും സംഭവിച്ചില്ല, കാരണം ഹീറ്റ് ചെയ്തപ്പോൾ ആ പ്രോപ്പർട്ടി, ഡിസീസ് കോസിങ് പ്രോപ്പർട്ടി നഷ്ടമായി. അപ്പോൾ മൈസിന് നിമോണിയ ബാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ഈ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയനെയും ലൈവ് ആർ സ്ട്രെയിൻ ബാക്ടീരിയനെയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സറിൽ നിന്ന് കൾച്ചർ ചെയ്തിട്ട് ആ ബാക്ടീരിയനെ എന്ത് ചെയ്തു? വേറൊരു മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൈസിനൊന്നും വരാൻ പാടില്ല, കാരണം അത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ലൈവ് ആർ സ്ട്രെയിൻ ബാക്ടീരിയയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഈ ബാക്ടീരിയനെ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ, ഈ മിക്സർ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് ഡൈഡ്. ഈ ഡൈഡ് എലിയിൽ നിന്ന്, ആ മൈസിൽ നിന്ന് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? ലൈവ് എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ അദ്ദേഹം ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് ലൈവ് എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ കിട്ടി. അപ്പോൾ അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്തു, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്ന് എന്തോ ഒരു സാധനം ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് എത്തുകയും അത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എന്ത് ചെയ്തു? എന്തായി മാറി? ട്രാൻസ്ഫോം ചെയ്തു. അത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറി എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. പക്ഷേ എന്താണ് വന്നതെന്നോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ആ വന്ന വസ്തുവിന് ട്രാൻസ്ഫോമിംഗ് മെറ്റീരിയൽ എന്ന് പേരിട്ടു. ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു. അദ്ദേഹം എന്താ കൺക്ലൂഡ് ചെയ്തത്? എസ് സ്ട്രെയിൻ ബാക്ടീരിയയിൽ നിന്ന് ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് എന്തോ ഒരു വസ്തു ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ആ വസ്തുവിനെ അദ്ദേഹം വിളിച്ചു ട്രാൻസ്ഫോമിംഗ് മെറ്റീരിയൽ. പക്ഷെ അത് DNA ആണോ RNA ആണോ അതോ പ്രോട്ടീൻ ആണോ എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇനി ഇതിന് ശേഷം വേറെ സയന്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചത് അത് DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്ന്. ഇനി നമ്മൾ അവരുടെ പരീക്ഷണം അവരെങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് നോക്കാം.
ഫ്രെഡറിക് ഗ്രിഫ്ത് കണ്ടുപിടിച്ച ആ ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസ് പ്രോട്ടീൻ ആണോ DNA ആണോ RNA ആണോ എന്ന് കണ്ടെത്താനായിട്ട് അവറി, മക്ലിയഡ്, മക്കാട്ടി എന്നീ 3 ശാസ്ത്രജ്ഞർ പരീക്ഷണം നടത്തി. അവരിങ്ങനെയാണ് ചെയ്തത്. അവർ ലൈവ് എസ്ട്രെയിൻ ബാക്ടീരിയനെ ഉപയോഗിച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്തു, അതിനെ ഹോമോജനൈസ് ചെയ്തിട്ട് ഫിൽട്രേറ്റ് എടുത്തു. എന്നിട്ട് ആ ഫിൽട്രേറ്റ് 3 ടെസ്റ്റ് ട്യൂബിലേക്ക് ആക്കി. ആ 3 സാമ്പിളുകളിലേക്ക് അവർ ഓരോ എൻസൈം വീതം ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ സാമ്പിളിൽ അവർ RNase എന്ന എൻസൈം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അതിലുള്ള എല്ലാ RNAയും നശിച്ചു പോയി. ഇനി അത് RNA ഇല്ല, അതിനകത്ത് ഇനി DNAയും പ്രോട്ടീനും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സാമ്പിളിൽ അവർ പ്രോട്ടീസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു. അതിനകത്ത് അപ്പോൾ ഇനി DNAയും RNAയും മാത്രമേ ഉള്ളൂ, ഇനി പ്രോട്ടീൻ ഒന്നുമില്ല. മൂന്നാമത്തെ സാമ്പിളിൽ അവരെന്ത് ചെയ്തു? അവർ DNAs ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇനി DNA ഇല്ല, പക്ഷേ RNAയും പ്രോട്ടീനും ഉണ്ട്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഈ 3 സാമ്പിളും 3 കൾച്ചറിലേക്ക് മാറ്റി. ആ 3 കൾച്ചറിൽ എന്താ ഉണ്ടായിരുന്നത്? ആർസ്ട്രെയിൻ ബാക്ടീരിയയുടെ 3 കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പം അവർ ഈ 3 സാമ്പിളുണ്ടല്ലോ, RNAസും പ്രോട്ടിയേസും DNAസും ഉള്ള ആ സാമ്പിളുകൾ അവർ ഈ കൾച്ചറിലേക്ക് മാറ്റി. അതിനുശേഷം അവർക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. RNAs ഉള്ള കൾച്ചറിൽ അവരെന്ത് ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച കൾച്ചറിൽ RNAs ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തതിൽ അവർക്ക് ആർസ്ട്രെയിൻ്റെ കൂടെ എസ്ട്രെയിനും കൂടെ കിട്ടി. എസ്ട്രെയിൻ ബാക്ടീരിയ അവർക്ക് കിട്ടി. അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു. ആർസ്ട്രെയിൻ എന്തായിട്ട് മാറി? എസ്ട്രെയിൻ ആയിട്ട് മാറി. പ്രോട്ടീസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത കൾച്ചറിൽ അവർക്ക് എസ്ട്രെയിനും ആർസ്ട്രെയിനും കിട്ടി, 2 സ്ട്രെയിനും കിട്ടി. ഇവിടെ ആർസ്ട്രെയിൻ ആയിരുന്നത് ട്രാൻസ്ഫോം ചെയ്തു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ വന്നപ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു. പക്ഷേ മൂന്നാമത്തതിൽ ഇവിടെ റിസൾട്ട് ചേഞ്ച് വന്നു. അവിടെ എന്താ സംഭവിച്ചത്? DNAs ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത സാമ്പിൾ ഉപയോഗിച്ച കൾച്ചറിൽ ആർസ്ട്രെയിൻ മാറി. അവിടെ ആർസ്ട്രെയിൻ മാത്രമാണ് ഉണ്ടായത്, അല്ലാതെ എസ്ട്രെയിൻ ഉണ്ടായില്ല. അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്തു, അവറി, മക്ലിയഡ്, മക്കാട്ടി അവർ കൺക്ലൂഡ് ചെയ്തു DNA ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. കാരണം RNA ഇല്ലാത്തതിലും പ്രോട്ടീൻ ഇല്ലാത്ത സാമ്പിളുകളിലും എന്താണ്? അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അപ്പം RNAയും പ്രോട്ടീനും അല്ല ട്രാൻസ്ഫോം ചെയ്യുന്നത്. DNA ഇല്ലാത്ത സാമ്പിളുകളിൽ പക്ഷേ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അവിടെ ആർസ്ട്രെയിൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എസ്ട്രെയിൻ ഉണ്ടായില്ല. അപ്പം അവർക്ക് മനസ്സിലായി DNA ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണെന്ന് ഇവർ കണ്ടെത്തി. അവറി, മക്ലിയാഡ്, മക്കാട്ടിയുടെ പരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. പക്ഷെ നമ്മളുടെ സയൻസിന്റെ പ്രത്യേകതയുണ്ട്. ഒരു പരീക്ഷണം കൊണ്ടൊന്നും നമ്മൾ തീരുമാനിക്കത്തില്ല അത് തന്നെയാണെന്ന്. നമ്മൾ വീണ്ടും പരീക്ഷണം നടത്തി കുറച്ചും കൂടെ സയന്റിഫിക്കലി ബേസ് കിട്ടാനായിട്ട്, പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം നടത്തിയ ആൾക്കാരാണ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയും അവരുടെ പരീക്ഷണത്തിന്. ആ പരീക്ഷണമാണ് നമുക്ക് കൂടുതൽ ബേസിസ് തന്നത്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യുന്നത് ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇനി ആ പരീക്ഷണം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് 1952 ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചാണ് ഒരു പരീക്ഷണം നടത്തിയത്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ വൈറസിനെ എന്ത് ചെയ്തു? 2 മീഡിയത്തിലായിട്ട് കൾച്ചർ ചെയ്തു. ഒന്നാമത്തെ മീഡിയം റേഡിയോ ആക്റ്റീവ് സൾഫറും, രണ്ടാമത്തെ മീഡിയം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും. അങ്ങനെ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ കൾച്ചർ ചെയ്ത ആ വൈറസിന് അതിനെന്താണ്? അതിൻ്റെ സൾഫർ ആയതുകൊണ്ട് അത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവായിട്ട് കാണാൻ സാധിച്ചു. കാരണം പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്, DNA സൾഫർ ഇല്ല. രണ്ടാമത്തെ കൾച്ചറായ മീഡിയത്തിലുണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ കൾച്ചർ ചെയ്ത വൈറസസിൽ റേഡിയോ ആക്റ്റീവ് DNA കാണാൻ സാധിച്ചു. കാരണം DNA നമുക്കറിയാം ഫോസ്ഫറസ് ഉണ്ട്, DNA സൾഫർ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ റേഡിയോ ആക്റ്റീവ് DNA ആണ് ആ വൈറസിൽ കാണാൻ സാധിച്ചത്. അപ്പം അങ്ങനെ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനുള്ള ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് DNA ഉള്ള ബാക്ടീരിയോഫേജും എന്ത് ചെയ്തു? അതിന് ഈക്കോളി ബാക്ടീരിയ ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ ബാക്ടീരിയനെ ബ്ലെൻഡ് ചെയ്ത് അജിറ്റേറ്റ് ചെയ്തു. അതിനുശേഷം അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൻ്റെ സൂപ്പർനൈറ്റൻറ്റും സെല്ലുകളും താഴെയുള്ള പ്രസിപ്പിറ്റേറ്റിന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടായിരുന്ന വൈറസിനെ വെച്ച് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയയിൽ
റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റ് ചെയ്തില്ല, ആ സെല്ലിൽ റേഡിയോ ആക്റ്റീവ് ഡിറ്റക്റ്റ് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ സൂപ്പർ നെറ്റൻറ്റിൽ എന്താണ് റേഡിയോ ആക്റ്റീവ് കണ്ടു. കാരണം അതിൻ്റെ പ്രോട്ടീനിലാണ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ കൾച്ചർ ചെയ്ത വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയയുടെ സെല്ലിൽ എന്ത് ചെയ്തു, റേഡിയോ ആക്ടിവിറ്റി കാണാൻ സാധിച്ചു. പക്ഷേ അതിൻ്റെ സൂപ്പർ നെറ്റിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കണ്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, വൈറസിൽ നിന്ന് ബാക്ടീരിയയിലേക്ക് എത്തിയത് എന്താണ്, DNA ആണ്. കാരണം റേഡിയോ ആക്ടിവിറ്റി നമുക്ക് ബാക്ടീരിയയുടെ ഉള്ളിൽ കാണാൻ സാധിച്ചത് DNA-യിലാണ്. പക്ഷേ ബാക്ടീരിയയുടെ ഉള്ളിൽ പ്രോട്ടീൻ എത്തിയില്ല. പ്രോട്ടീൻ എത്തിയിരുന്നെങ്കിൽ അവിടെ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ കണ്ടിരുന്നേനെ. അവിടെ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ കണ്ടില്ല ബാക്ടീരിയയുടെ ഉള്ളിൽ. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഹെർഷി ആൻഡ് ചേസ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ അവർ കൺഫേം ചെയ്തു. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് വഴി നമ്മൾ കൺഫേം ചെയ്തു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. പക്ഷെ നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു DNA-യും ജനറ്റിക് മെറ്റീരിയൽ ആണ്. മെജോറിറ്റി ഓഫ് ഓർഗാനിസത്തിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ TMV-യിലും HIV വൈറസിലും എന്താണ്, RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഒരു ജനറ്റിക് മെറ്റീരിയൽ വേണ്ട പ്രത്യേകതകൾ അറിയത്തില്ലല്ലോ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജനറ്റിക് മെറ്റീരിയലിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഈ DNA ആണോ RNA ആണോ ഏറ്റവും നല്ല ജനറ്റിക് മെറ്റീരിയൽ എന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്കൊരു മോളിക്യൂള് ജനറ്റിക് മെറ്റീരിയലായി മാറുമ്പോൾ അതെന്തൊക്കെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. അതിനെന്ത് ചെയ്യണം, അതിൻ്റെ വേറൊരു കോപ്പിയും കൂടെ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ DNA-യിലും RNA-യിലും എന്താണ് ബേസ് പെയറിംഗ് ഉണ്ട്. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് ബേസ് പെയറിംഗ് നടത്തുന്നത് കൊണ്ട് അവിടെ വേറൊരു റെപ്ലിക്ക ഉണ്ടാക്കാനായിട്ട് DNA-ക്കും RNA-ക്കും സാധിക്കും. പക്ഷേ പ്രോട്ടീൻ്റെ കേസിൽ അങ്ങനെ സാധിക്കത്തില്ല. കാരണം പ്രോട്ടീനിൽ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ഒന്നും ഇല്ലാത്തതിനാൽ പ്രോട്ടീന് വേറൊരു കോപ്പി ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ്, പ്രോട്ടീനെ നമുക്ക് പറയാം ഒരു ജനറ്റിക് മെറ്റീരിയൽ അല്ല, ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നെ അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ RNA-യും DNA-യും നമുക്ക് ജനറ്റിക് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. അത് സ്ട്രക്ചറലിയും കെമിക്കലി എന്താകണം, സ്റ്റേബിൾ ആയിരിക്കണം. ഇപ്പോൾ DNA-യുടെ കേസാണെങ്കിൽ DNA നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡബിൾ സ്റ്റാൻഡ് എന്തെയും ബ്രേക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡായിട്ട് മാറും. പക്ഷേ ആ പഴയ ടെമ്പറേച്ചറിലേക്ക് നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതെന്തായിട്ട് മാറും, ആ സിംഗിൾ സ്റ്റാൻഡ് പിന്നെയും ബേസ് പെയറിംഗ് നടന്നിട്ട് ഡബിൾ സ്റ്റാൻഡായിട്ട് മാറും. RNA-യുടെ കേസിലാണെങ്കിൽ അവിടെ 2' ഗ്രൂപ്പ് ഉണ്ട്. RNA-യിൽ നമുക്കറിയാം റൈബോസ് ഷുഗറിൽ 2' OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ RNA എന്താണ് ലെബയിലാണ്, അത് പെട്ടെന്ന് നശിച്ചു പോകാനും ഡീഗ്രേഡ് ചെയ്യാനൊക്കെ RNA-ക്ക് സാധിക്കും. പെട്ടെന്ന് മാറ്റങ്ങൾ വരാം, ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് RNA-യുടെ കേസിൽ. അതുകൊണ്ട് തന്നെ RNA-നെ നമുക്ക് വിളിക്കാം കാറ്റലൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം RNA-നെ. അതുകൊണ്ട് അത് ഭയങ്കര റിയാക്റ്റീവാണ്. പക്ഷേ DNA-യുടെ കേസിലാണെങ്കിൽ DNA എന്താണ്, അവിടെ 2' OH ഇല്ല, അവിടെ H ഗ്രൂപ്പാണ്. അത് ലെസ് റിയാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലി മോർ സ്റ്റേബിളാണ്. അത് സ്റ്റേബിളായിട്ട് നിൽക്കും DNA-യുടെ കേസിലാണെങ്കിൽ. വെൻ കമ്പയർഡ് ടു RNA DNA ഈസ് മോർ സ്റ്റേബിളാണ്. അപ്പോൾ ഈ രണ്ട് മോളിക്യൂൾസിലും ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. RNA-യും DNA-യും കൂടെ കമ്പയർ ചെയ്യുമ്പം ദ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ആൻഡ് മോർ സ്റ്റേബിൾ ആണ്, സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ ആണ്. ഇനി അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. സ്ലോ ചേഞ്ചസ് പറഞ്ഞാൽ മ്യൂട്ടേഷനാണ്, മാറ്റങ്ങൾ വരാനായിട്ട്. ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഇവല്യൂഷൻ, പരിണാമമൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ ഉള്ള സ്ലോ ചേഞ്ചസ് കൊണ്ടുവരാനൊരു കപ്പാസിറ്റി വേണം. ഇപ്പോൾ RNA-യുടെ കേസിൽ നമുക്കറിയാം RNA ഹൈലി മ്യൂട്ടേറ്റഡ് ആണ്. RNA-യിൽ അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് RNA-യുടെ കേസിൽ. ഇപ്പം COVID-19 കൊറോണ വൈറസിൽ നമുക്കറിയാം നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ന്യൂസിൽ പറയുന്നുണ്ട് എന്താണ് കൊറോണ വൈറസ് ജനിതക മാറ്റം സംഭവിക്കുന്നു നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, RNA-യിൽ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് മ്യൂട്ടേഷൻ ആണ്, ഫാസ്റ്റർ റേറ്റിൽ മ്യൂട്ടേഷൻ നടക്കും. പക്ഷേ DNA-യുടെ കേസിലാണെങ്കിൽ എന്താണ്, അത് സ്റ്റേബിൾ ആയതുകൊണ്ട് അതിന് ലെസ് റേറ്റ് ആണ്, മ്യൂട്ടേഷൻ എന്താണ് ലെസ് റേറ്റിലാണ്. അപ്പം പതിയെ മാറ്റങ്ങൾ സംഭവിച്ചത് ഇവല്യൂഷന് സാധ്യത ഉണ്ടാകും DNA-യുടെ കേസിൽ.
RNAയിൽ പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്, പെട്ടെന്ന് ഇവല്യൂഷൻ സംഭവിച്ച് പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു RNAയുടെ കേസിൽ. ഇനി 4ാമത്തെ പോയിൻ്റാണ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദി ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പം നമുക്കറിയാം സ്മോൾ, ഡാർഫ്, ടോൾ ഒക്കെ നമ്മൾ പറയത്തില്ല, ഓരോരോ ക്യാരക്ടേഴ്സ്, പ്രത്യേകതകൾ, നമ്മുടെ സ്വഭാവങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം RNAയിലും DNA-ലും. അപ്പോൾ RNA എന്താണ് ഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യും. കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസിന് RNA ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ DNA എന്താണ്? DNA RNAനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ചേഞ്ചസ് ഉണ്ടാകും, പ്രോട്ടീൻ സിന്തസിസ് നടത്തും. അപ്പോൾ RNA ഡയറക്റ്റായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടന്നിട്ട് എക്സ്പ്രസ് ചെയ്യും. DNA RNAനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തിയിട്ട് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം DNA-യും RNA എന്താണ്? ജനറ്റിക് മെറ്റീരിയലാണ്. പക്ഷേ മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് DNA ആണ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് RNA ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ടത്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യുന്ന 3 പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു അത്? ഒന്നാമത്തെ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്, രണ്ടാമത്തെ മക്കാർട്ടിയുടെ പരീക്ഷണം, മൂന്നാമത്തെ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ്. അപ്പൊ ഈ 3 പരീക്ഷണങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി അതിനുശേഷം നമ്മൾ എന്താ കണ്ടത്? ഒരു ജനറ്റിക് മെറ്റീരിയലിന് വേണ്ട പ്രത്യേകതകൾ, അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ജനറ്റിക് മെറ്റീരിയൽ, ഒരു വസ്തു ജനറ്റിക് മെറ്റീരിയൽ ആകാൻ ഇത്രയും ക്യാരക്ടേഴ്സ് വേണമെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടു DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? DNA ആണ് ഏറ്റവും ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.